നമസ്കാരം. ഗൂഗിൾ പേ വഴി യാത്രാക്കൂലിയായ 18 രൂപ നൽകാൻ കഴിയാതെ വന്നതോടെ തിരുവനന്തപുരം വെള്ളറടയിൽ രാത്രി യാത്രക്കിടയിൽ യുവതിയെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടെന്ന പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയുമായ ദിവ്യയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. പെരുവഴിയിൽ ഇറക്കിയത് കാരണം രാത്രിയിൽ ഏറെ നേരം ഒറ്റയ്ക്ക് നടന്ന ശേഷമാണ് യുവതി വീട്ടിലെത്തിയതെന്നാണ് ആക്ഷേപം. ജോലി കഴിഞ്ഞ് രാത്രി നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള അവസാന ബസ്സിലാണ് ദിവ്യ വീട്ടിലേക്ക് മടങ്ങുന്നത്. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ വെള്ളിയാഴ്ച രാത്രി 8:30 വീട്ടിലേക്ക് മടങ്ങാൻ ദിവ്യ കൂനമ്പനയിൽ നിന്ന് ബസ്സിൽ കയറി. പേഴ്സ് എടുക്കാൻ മറന്നതിനാൽ ഗൂഗിൾ പേ വഴി ടിക്കറ്റ് നിരക്ക് നൽകാമെന്നായിരുന്നു കരുതിയത്. കാരക്കോണത്ത് നിന്ന് 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സെർവറിന്റെ തകരാറ് കാരണം ഇടപാട് നടത്താനായില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ഇറക്കി വിടുകയായിരുന്നു. 18 രൂപ ടിക്കറ്റ് എടുത്ത യുവതിക്ക് യഥാസമയം ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതാണ് ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ കാരണമെന്നാണ് പറയുന്നത്. 2.5 കിലോമീറ്ററോളം നടന്ന ശേഷമാണ് യുവതി വീട്ടിലെത്തിയത്. 26-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു സംഭവം. സെർവറിന് തകരാറാണെന്നും അല്പസമയത്തിനകം കാശ് അയക്കാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ സർവീസ് അവസാനിപ്പിക്കുന്ന വെള്ളറടയിൽ ഇറങ്ങേണ്ട തനിക്ക് അവിടെ നിന്ന് കാശ് തരപ്പെടുത്തി നൽകാൻ കഴിയുമെന്നും കണ്ടക്ടറോട് പറഞ്ഞു. എന്നാൽ കണ്ടക്ടർ ഇതിന് വഴങ്ങിയില്ല. ഇത്തരം തട്ടിപ്പുകാരെ തനിക്ക് അറിയാമെന്നും ബസ്സിൽ നിന്ന് ഇറങ്ങടിയെന്ന് ആക്രോശിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നുവെന്നും ദിവ്യയുടെ പരാതിയിൽ പറയുന്നു. തെരുവുവിളക്കുകൾ പോലും ഇല്ലാത്ത തോലടിയിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നിയതിനെ തുടർന്ന് ഭർത്താവിനെ വിവരം അറിയിച്ച ശേഷം 2.5 കിലോമീറ്റർ നടക്കുകയായിരുന്നുവെന്നും ദിവ്യ പറഞ്ഞു. പിന്നീട് ഭർത്താവ് എത്തിയതായും ദിവ്യ വ്യക്തമാക്കി. ഭർത്താവ് ബൈക്കിലെത്തിയാണ് നിലമാമൂട് ഭാഗത്തു നിന്ന് ദിവ്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. KSRTC ബസ്സിലെ സ്ഥിരം യാത്രികയായ ദിവ്യ പലപ്പോഴും ഗൂഗിൾ പേ ഉപയോഗിച്ച് തന്നെയാണ് ടിക്കറ്റുകൾ എടുക്കാറുള്ളത്. സംഭവത്തിൽ ദിവ്യ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകിയിട്ടുണ്ട്. ദിവ്യയുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും ഡിപ്പോ അധികൃതർ വ്യക്തമാക്കി.